ഹായ് ഗായ്സ്, അപ്പം നമ്മൾ എറണാകുളത്ത് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. എന്താ പറയുക, കുട്ടികളൊക്കെ ഒത്ത് നല്ല രസമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ കുഞ്ഞുമാവൻ ഉണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞുമാവനെ പിടിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങൾ വാങ്ങിക്കാനും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കാനും വേണ്ടിയിട്ടാണ് പോയിരുന്നത്. പ്രോപ്പറായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എന്നാലും എറണാകുളം മാർക്കറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഫുട്പാത്തിലെ കച്ചവടവും മാർക്കറ്റിലൊരു ചെറിയ മാർക്കറ്റിൻ്റെ അകത്ത വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഒരു ചെറിയൊരു ഇതും. മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാനൊരു മീനിൻ്റെ ഉണക്കമീൻ്റെ ഷോപ്പ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. ഇനി ഞാൻ നൈറ്റ് ടൈമൊക്കെ ആയപ്പോഴാണ് പോയത്, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ വഴിയോര കച്ചവടക്കാർ ഒക്കെ ആയിട്ട് നല്ല സജീവമായിരുന്ന മാർക്കറ്റ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ സ്കൂളിലേക്ക് കണ്ട ഒരുവിധം ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി വാട്ടർ ബോട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ടും പേന എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഷോപ്പിൽ കയറിയത്. ഇത് വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. അവിടെയും കുറേ ബുക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിന് വേറൊരു ഷോപ്പിൽ പോയി ബാഗും ബുക്കൊക്കെ വാങ്ങിച്ചായിരുന്നു. ഒരു ഷോപ്പിൽ നിന്ന് ബാഗ് വാങ്ങിച്ചു. അത് നമ്മൾ 2 വർഷത്തിന് മുമ്പേ ആ ഷോപ്പിൽ നിന്ന് ബാഗ് വാങ്ങിച്ചിട്ട് നല്ല ക്വാളിറ്റി ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. 2 വർഷം ഒക്കെ ആ ബാഗ് ലാസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ആ സെയിം ഷോപ്പിൽ തന്നെയാണ്. അവർക്കവിടെ യൂണിറ്റ് ഉണ്ട്, സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്, പിന്നെ എന്തോ ബ്രാൻഡുകളുടെ കുറച്ച് ബാഗ്സും ഉണ്ട്. അപ്പോൾ അവരുടെ യൂണിറ്റിൽ നിന്നുള്ള ബാഗാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോഴും പർച്ചേസ് ചെയ്തേക്കണേ. ഇനി അതെങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ബ്ലാക്ക് ബാഗാണ് എടുത്തത്. അപ്പോൾ ആദ്യം നമുക്ക് പെട്ടെന്ന് മുഷിയില്ലല്ലോ, അതുകൊണ്ട് ബ്ലാക്ക് ആയിട്ടുള്ള ബാഗാണ് എടുത്തത്. 2 ബാഗ് എടുത്തു. മൂത്ത കുട്ടിക്കും രണ്ടാമത്തെ കുട്ടിക്കും ബാഗ് എടുത്തു. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഫുള്ളായിട്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയും കുറച്ച് ഷോപ്പിങ്സും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതും കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾ നൈറ്റ് ആയതുകൊണ്ടും നമ്മൾ ക്ഷീണിച്ചു. കാരണം ഞാൻ ചെറിയ കുട്ടീൻ്റെ കയ്യിലുണ്ട്, പിന്നെ ചെറിയ 2 കുട്ടികൾ 3 കുട്ടികളായിട്ടാണ് പോയത്. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. ഇത് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ബോക്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ബാക്കി ഷോപ്പിങ്ങിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ.